സിമന്റിന് വില കൂടുന്നു, കമ്പിക്ക് വില കൂടുന്നു, പൂഴി കിട്ടാനില്ല. ഇതൊക്കെയാണ് അവന്റെ പ്രശ്നം. ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണ രംഗത്ത് പണിയെടുക്കുന്നവനെ സംഘടിപ്പിച്ച് ആ ദുരിതങ്ങൾ മാറ്റിക്കിട്ടാൻ സമരം ചെയ്യുന്നു. അങ്ങനെ ഓരോ തൊഴിൽ വിഭാഗത്തെയും പ്രത്യേകം സംഘടിപ്പിച്ച് അവരുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാൻ സമരം ചെയ്യുന്നു. അതോടൊപ്പം ഈ ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ മാറിക്കിട്ടാൻ രാഷ്ട്രീയ സമരം ചെയ്യുന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതി. ആർക്കും ഇതിൽ പങ്കെടുക്കാം. അങ്ങനെ മനുഷ്യന്റെ ദുരിതങ്ങൾ മാറിക്കിട്ടാനുള്ള സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതല്ല, അത് സത്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മതല്ല എന്ന് ചിലർ പറയുന്നുണ്ട്, അത് വളരെ ശരിയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് മതമുണ്ടോ? ആ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആളുകൾക്ക് മതമുണ്ടാവും, അത് ശരിയാണ്. കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് മതമുണ്ടോ? ഉണ്ട്. എന്നാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മതമുണ്ടോ? ഇല്ല. മുസ്ലിം ലീഗിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് മതമുണ്ടാവാം, ഇല്ലാത്തവരുമുണ്ട്. എന്നാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മതമുണ്ടോ? ഇല്ല. ഇന്നിപ്പോ വലിയൊരു വിഷയമായിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 72 സീറ്റ് മാത്രമാണ് UDF കിട്ടിയത്. സാധാരണ കേരളത്തിന്റെ ഒരു പാരമ്പര്യം എന്താ? 5 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചാൽ 100 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വരണം. അങ്ങനെയല്ലേ പറഞ്ഞത്? എന്നാൽ കേരളത്തിലാകെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അല്പം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF നിൽക്കുന്നത്. ആ അല്പം വോട്ട് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ല ചുവക്കുന്നു എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യത്തിന് മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ മറുപടി പറയുകയാണ്. മലപ്പുറം ജില്ല ചുവക്കുന്നില്ല, അത് പച്ചപ്പണിഞ്ഞു നിൽക്കുകയാണ്. അതാണ് കഴിഞ്ഞ കാലത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളുടെ കാതൽ. അതാണ് അതിന്റെ കാതൽ. മലപ്പുറം ചുവക്കുന്നില്ല. മലപ്പുറം എന്ന ജില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നില്ല. അത് മുസ്ലിം ലീഗിന്റെ കൂടെ തന്നെയാണ് എന്നാണ് മുസ്ലിം ലീഗിന്റെ വാദം. നോക്കൂ നിങ്ങൾ, ഈ ചുവപ്പ് വല്ലാത്തൊരു സംഭവമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് സോളിഡാരിറ്റിക്കാർ ഒട്ടിച്ചൊരു പോസ്റ്റർ ഉണ്ട്. ഏത് മുക്കിലും മൂലയിലും നിങ്ങൾക്ക് കാണാം. അവരെ പടച്ചോൻ സൃഷ്ടിച്ചത് തന്നെ ഈ പോസ്റ്ററും പശയും കയ്യിൽ കൊടുത്തിട്ടാണ്. സോളിഡാരിറ്റിയെ സൃഷ്ടിക്കുമ്പോൾ ഒരു കയ്യിൽ പോസ്റ്ററും മറു കയ്യിൽ പശയും കൊടുത്തിട്ടാണ് അള്ളാഹു ഈ സോളിഡാരിറ്റിക്ക് ജന്മം നൽകിയത്. അവരൊട്ടിച്ച പോസ്റ്റർ എന്താ? വലിയ പോസ്റ്ററാ. മലപ്പുറം ജില്ലയിൽ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുക, ഉടൻ അതിനുള്ള നടപടി ത്വരിതപ്പെടുത്തുക. അതാണ് ഒരു പോസ്റ്റർ ഒട്ടിച്ച സംഗതി നടക്കൂട്ടോ. VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കേരളം ഭരിക്കുന്ന സമയത്ത് VS അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് വരച്ച വരയിൽ നിർത്തി ചമ്രവട്ടം പാലം ഉണ്ടാക്കിച്ചത് ഇവരുടെ പോസ്റ്റർ കൊണ്ടാണ്. അല്ലാതെ ഇടതുപക്ഷം ആലോചിച്ചിട്ടല്ല, മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടല്ല, അതിന്റെ നടപടി നീക്കിയതല്ല, ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയതല്ല. സോളിഡാരിറ്റിയുടെ പോസ്റ്റർ കണ്ടിട്ടാണ് VS അച്യുതാനന്ദൻ ചമ്രവട്ടം പാലം ഉണ്ടാക്കിയത്. പോസ്റ്ററിന്റെ ആളുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സോളിഡാരിറ്റിക്കാരെ പോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ചുവന്ന ചായം തേച്ചുണ്ടാക്കി. എന്താ കാരണം? മലപ്പുറം ജില്ലയല്ലേ? മുസ്ലിം ലീഗിന് പ്രാമാണിത്വമുള്ള ജില്ലയല്ലേ?
ഒരുപാട് സ്ഥലങ്ങളിൽ പച്ച പുതപ്പണിഞ്ഞ് ഒരുപാട് മഹത് കേന്ദ്രങ്ങളുള്ള സ്ഥലല്ലേ? എന്നാ പച്ച കളറിലാവട്ടെ എന്ന് തീരുമാനിച്ചോ? എന്നെങ്കിലും പച്ച നിറത്തിൽ സോളിഡാരിറ്റിയോ ജമാഅത്തെ ഇസ്ലാമിയോ SIO തുടങ്ങിയ ഏതെങ്കിലും ഒരു സംഘടന പച്ച നിറത്തിൽ ഒരു പോസ്റ്റർ എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. സോളിഡാരിറ്റിക്ക് അറിയാം സമരമാണോ എങ്കിലൊരു ചുവന്ന മുഖം വേണം, ഒരു ചുവപ്പ് രാശി വേണം എന്ന് സോളിഡാരിറ്റിക്ക് അറിയാം. ഈ കേരളത്തിന്റെ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ സമര യൗവനത്തിന്റെ ഹൃദയമുണ്ടല്ലോ, ഒരു ചുവന്ന ഹൃദയം, അത് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയാണ് സോളിഡാരിറ്റിക്കാര് ചുവന്ന പോസ്റ്റർ ഒട്ടിച്ചത്. അവര് വിഷമിക്കേണ്ട. മലപ്പുറം ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ വരികയില്ല. ഗവൺമെന്റ് തീരുമാനിച്ചതാണ്. നയപരമായ തീരുമാനം. സ്വകാര്യ മേഖലയിൽ മാത്രമേ ഇനി മെഡിക്കൽ കോളേജ് ആരംഭിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണ്. ഇവരെ പോസ്റ്റർ എവിടെത്തും? ഇനി മുസ്ലിം ലീഗിന്റെ വിജയത്തെ സംബന്ധിച്ചാണോ നിങ്ങൾ പറയുന്നത്? മുസ്ലിം ലീഗിന് മത്സരിച്ച സ്ഥലങ്ങളിൽ മിക്കയിടത്തും ജയിക്കാൻ സാധിച്ചു എന്നതാണ് ഈ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ കാരണം. അതെങ്ങനെയുണ്ടായത്? മുസ്ലിം ലീഗ് വണ്ണം വെച്ചതാ? അങ്ങനെയുണ്ടല്ലോ. വെറുതെ ഇരുന്നപ്പോ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രത്യേക സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ, മറ്റു മതത്തിൽപ്പെട്ട ആളുകളും ശ്രീദേവി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വോട്ട് ചെയ്തത്. എന്താ കാരണം? അതാണ് ഇപ്പോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചാനലുകാരുടെ മുന്നിൽ പറഞ്ഞത്. ഞങ്ങളുടെ പിന്തുണയില്ലായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് ഏറിയാൽ 2 or 3 സ്ഥലത്ത് മാത്രമേ ജയിക്കുമായിരുന്നുള്ളൂ. എന്റെ നേരെ മലയാളം, അരിവാൾ സുന്നിയുടെ പിൻബലമില്ലായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് ജയിക്കുകയില്ലായിരുന്നു, അധികാരത്തിൽ വരില്ലായിരുന്നു എന്ന. മലപ്പുറം ജില്ല ചുവപ്പണിഞ്ഞതിന്റെ ഒരു പശ്ചാത്തലമാണത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു സമരം വിജയിപ്പിക്കണമെങ്കിൽ ചുവപ്പ് വേണം. ഒരു സമരത്തിന്റെ പശ്ചാത്തലം ഉണ്ടാക്കണമെങ്കിൽ ചുവപ്പിന്റെ രാശി വേണം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രാഷ്ട്രീയ അധികാരത്തിലേക്ക് കയറണമെങ്കിൽ ചുവപ്പിന്റെ ഒരല്പം എന്തെങ്കിലും അവരുടെ ഇതിൽ ചേർക്കണം. അതിന് അവർക്ക് അവസാനം കിട്ടിയത് ഇവരെയാണ്. AP വിഭാഗം സുന്നികളായ. അതുകൊണ്ടല്ല അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഇനി ഓരോന്നും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടായ പ്രശ്നങ്ങൾ എടുത്ത് നിങ്ങൾ പരിശോധിക്കുക. മനുഷ്യന്മാർക്ക് പറയാൻ പറ്റാത്ത സംഗതിയല്ലേ. വന്ന് എവിടെയാ നിൽക്കുന്നത്? അധികാരമേറ്റ ഉടനെ തുടങ്ങിയതാണ്. അപ്പുറത്ത് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയിൽ 2 വിഭാഗങ്ങൾ, ക്രിസ്ത്യാനികളുടെ 2 വിഭാഗങ്ങൾ തമ്മിലൊരു തർക്കം. 2 കൂട്ടരും തർക്കം. 2ഉം ബാവമാരാണ്. അത് അപ്പുറത്തൊരു ബാവ, ഇപ്പുറത്തൊരു ബാവ. 2 കൂട്ടരും നിരാഹാര സമരത്തിലാണ്. 5 കൊല്ലം ഇടതുപക്ഷം കേരളം ഭരിച്ച സമയത്ത് എന്തുകൊണ്ട് ഇവരെ കണ്ടില്ല? ഇവരെന്തുകൊണ്ട് പരസ്യമായ സംവാദങ്ങളിലേക്കും സമരങ്ങളിലേക്കും വന്നില്ല? അതൊരു പരിധിവരെ അവസാനിപ്പിച്ചതല്ലേ. 2005 ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ഈ പള്ളിക്കകത്ത് പോലീസ് കയറി നരനായാട്ട് നടത്തിയതാണ്. ആ കാലം കഴിഞ്ഞുപോയില്ലേ? അത് അവസാനിപ്പിച്ചല്ലേ? ഇപ്പൊ നിങ്ങൾ നോക്കിയ വീണ്ടും ഇത് തുടങ്ങി വരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിലെ 2 കൂട്ടർ തമ്മിലാണ് അവിടെ തർക്കം. ഗവൺമെന്റ് തീരുമാനിച്ചത് എന്താ? എല്ലാ വിഭാഗത്തെയും പ്രോത്സാഹിപ്പിക്കാനാ ഗവൺമെന്റ് തീരുമാനിച്ചത്. മന്നത്ത് പത്മനാഭന്റെ ജന്മദിനം നിയന്ത്രിത അവധിയായി പ്രഖ്യാപിച്ചു ഗവൺമെന്റ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പൊ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് എല്ലാ ബാങ്കുകളും പ്രവർത്തിക്കുന്നുണ്ട്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അവധിയാക്കാം. ഇതാണ് നിയന്ത്രിത അവധി. മന്നത്ത് പത്മനാഭന്റെ ജന്മദിനം നിയന്ത്രിത അവധിയായി പ്രഖ്യാപിച്ചാൽ ആ അവധി ആർക്കാ കൊടുക്കുക? നായന്മാർക്കോ? ഒരു ഗവൺമെന്റിന്റെ തീരുമാനമാണ്.
വെള്ളാപ്പള്ളി നടേശന്റെ മകനെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആ കമ്മിറ്റിക്കകത്ത് കൊണ്ടുപോയി തിരികെ കയറ്റി. അപ്പൊ SNDPയെ സുഖിപ്പിക്കുന്നു, NSSനെ സുഖിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, 5 കൊല്ലക്കാലം നമ്മുടെ നാട്ടിൽ ഏത് തരം തീവ്രവാദികൾക്കും അഴിഞ്ഞാടാൻ യഥേഷ്ടം സൗകര്യമുണ്ടായിരിക്കും. ഇഷ്ടം പോലെ. മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ചേരി തിരിഞ്ഞ് തല്ലുന്നവർക്ക് ഒരു പ്രയാസവും ഈ ഗവൺമെന്റ് ഉണ്ടാക്കുകയില്ല. അതിന്റെ സൂചനകൾ നിങ്ങൾ കാണുന്നില്ലേ? മുസ്ലിം ലീഗ് കുറെ കാലമായി പ്രകടനം നടത്താറില്ല. പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം നടന്നില്ല വരിക. മുസ്ലിം ലീഗ് പ്രകടനം, 1,00,000 പേരുടെ പ്രകടനം വാഹനത്തിലാണ്. അങ്ങനെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും, അങ്ങനെയാണ്. എന്നിട്ട് മോട്ടോർ സൈക്കിളിൽ കുറെ ചെറുപ്പക്കാർ വരിക, മേലൊക്കെ പെയിന്റ് തേച്ച്, കൊടിയൊക്കെ വണ്ടിയുടെ മേലെ കെട്ടി, എന്നിട്ട് ഒറ്റ ചക്രത്തിന്മേൽ ഓടിച്ചു പോവുക. ഒന്നുകിൽ മുന്നിലെ ചക്രം അല്ലെങ്കിൽ പിന്നിലെ ചക്രം, രണ്ടും കൂടി നിലത്ത് തൊടൂല. വാഹനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു എന്ന് പ്രചരണം നടത്തി വാഹനങ്ങളിൽ പ്രകടനം നടത്താം. മുസ്ലിം ലീഗ് ഒരു ശൈലിയായി സ്വീകരിച്ചതാണിത്. ഇതാണ് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിന്റെ അവസാന നാളിൽ കാസർഗോഡ് പട്ടണത്തിൽ നടന്നത്. ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് സ്വീകരണം, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടിക്ക് സ്വീകരണം. ആ സ്വീകരണത്തിന്റെ ഭാഗമായി ഒത്തുകൂടിയ ചെറുപ്പക്കാർ കലാപമുണ്ടാക്കുന്നു, അന്യമതക്കാരുടെ കടകൾ ആക്രമിക്കുന്നു, അന്യമതക്കാരുടെ വീടിന് നേരെ കല്ലെറിയുന്നു, വഴിവക്കിൽ കണ്ട മറ്റു മതസ്ഥരെ ആക്രമിക്കുന്നു. ഇതെല്ലാം മുസ്ലിം ലീഗിന്റെ ചെറുപ്പക്കാർ ചെയ്യുന്നു. നമ്മുടെ നാട് പോലെയല്ല, അവിടെ അതിന് സൗകര്യമുള്ള സ്ഥലമാണ്. 2 കൂട്ടരുണ്ട്. കളി അധികമായപ്പോഴാണ് ഒരു ഭജനമഠ അവിടെ ഉണ്ട്. ആ ഭജനമഠത്തിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചില ആളുകൾ അതിനെ തടയാൻ വേണ്ടി നിന്നു. പ്രശ്നമായി, സംഘട്ടനമായി. കത്തിക്കുത്തിലാണ് ഒരാൾ മരിച്ചത്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകൻ. പോലീസിന്റെ വെടിവെപ്പിലാണ് മറ്റൊരാൾ കൊല ചെയ്യപ്പെട്ടത്. അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ഒരു ജില്ലാ ജഡ്ജ് നിസാർ കമ്മീഷനെ അന്നത്തെ ഗവൺമെന്റ് നിയമിച്ചു. ആ കമ്മീഷന്റെ മുന്നിൽ വിവിധ തലങ്ങളിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മൊഴി കൊടുത്തു. മുസ്ലിം ലീഗിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ആസൂത്രണം ചെയ്ത കലാപമായിരുന്നു കാസർഗോട്ട് നടന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയല്ല മൊഴി കൊടുത്തത്. ആ മൊഴി വരുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട MK മുനീർ സാഹിബും KM ഷാജി എന്ന യൂത്ത് ലീഗിന്റെ നേതാവും കൂടി പത്രസമ്മേളനം നടത്തി പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ പ്രകടനത്തിനകത്ത് NDF തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിരിക്കുന്നു, അവരാണ് കുഴപ്പമുണ്ടാക്കിയത്. എന്തായാലും കുഴപ്പമുണ്ടായി. മുസ്ലിം ലീഗിലാണ് കുഴപ്പമുണ്ടാക്കിയത്, മുസ്ലിം ലീഗിന്റെ പ്രകടനക്കാരാണ് പ്രശ്നമുണ്ടാക്കിയത് എന്ന് എല്ലാ തലത്തിലുമുള്ള ഉദ്യോഗസ്ഥന്മാർ കമ്മീഷന് മൊഴി കൊടുത്തു. ഇത് ആസൂത്രണം ചെയ്ത കലാപമാണ്. അവിടെ മാത്രമല്ല, മലബാറിന്റെ വിവിധ മേഖലകളിൽ, കൂത്തുപറമ്പിലും